ക്യാരക്ടറുടെ പേരെന്താണ്? എന്റെ ക്യാരക്ടറിന്റെ പേര് മെറീന. 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 ഇത് ദേവയുടെ പേരായിട്ടാണ്. ദേവയുടെ പേരായിട്ട്. ഈ പറഞ്ഞ പോലെ ദേവ പോലും വയലന്റ് ക്യാരക്ടറാണോ? ഇല്ല, വയലന്റ് അല്ല. എന്താ പറയണെന്ന് അറിയത്തില്ല, എന്നാലും ചെറുതായിട്ട് അത്ര വയലൻസ് ഒന്നുമില്ല. ആദ്യത്തെ സിനിമയല്ലേ? ഈ ഒരു ടീമിലേക്ക് എങ്ങനെയാണ് എത്തിയത്? ഈ ഒരു ടീമിലേക്ക് എത്തിയത് വളരെ അപ്രതീക്ഷിതമായിട്ടാ, ഒട്ടും പ്രതീക്ഷിക്കാതെ വന്നൊരു ചാൻസ് ആയിരുന്നു. ഇതിനു മുന്നേ ചെറിയൊരു ഷോർട്ട് ഫിലിം പോലെ ഒരു വർക്ക് ചെയ്തോണ്ടിരിക്കുകയായിരുന്നു. അപ്പോൾ ആ ഒരു ടൈമില് സ്റ്റീജോ ചേട്ടനാണ് എന്നെ ഇങ്ങനെ ഇവർക്ക് വേണ്ടിയിട്ട് ഇങ്ങനെ സജസ്റ്റ് ചെയ്ത്. അത് കഴിഞ്ഞതിന് ശേഷം നിഷാദൊക്കെ ഇങ്ങനെ വിളിച്ചു, കോണ്ടാക്ട് ചെയ്തു, കാര്യങ്ങളൊക്കെ പറഞ്ഞു. അപ്പോൾ താല്പര്യമാണ്, ഇഷ്ടമാണ്. പിന്നെ എന്റെ നാട്ടിൽ തന്നെയാണ്. എന്റെ പോർഷൻ എല്ലാം ഫുൾ കവർ ചെയ്തത് അവിടെ തന്നെ ആയിരുന്നു. ഇല്ല, ഞാൻ ബുദ്ധിമുട്ടുകളൊന്നും അധികം ഫേസ് ചെയ്തിട്ടില്ല. ഇടുക്കി ജില്ല, അവിടെയായിരുന്നു എന്റെ പോർഷൻ എല്ലാം. കംഫർട്ടബിൾ ആയിരുന്നു. ശരിക്കും പറഞ്ഞാൽ ഈ ഒരു ഫീൽഡിലേക്ക് ഇറങ്ങി തുടങ്ങിയിട്ടുള്ളൂ. എനിക്കും വലിയ ധാരണകളൊന്നും ഇല്ല. പറഞ്ഞ് ഒരു അറിവ്, ഒരു വിശ്വാസം, അങ്ങനെ എന്റെ പേരിലാണ് വന്നത്. വന്ന് എന്റെ നാട്ടിലെ ഇഷ്ടപ്പെട്ടു. അത് പറഞ്ഞു, ഇവര് ഭയങ്കരമായിട്ട് ഇങ്ങനെ സ്ട്രഗിൾ ചെയ്തിട്ടുണ്ട്. അങ്ങനെ അതെ അതെ, ഷൂട്ട് ചെയ്യാനായിട്ടൊക്കെ ഇവര് ഒരുപാട് കഷ്ടപ്പെട്ടു. എനിക്കൊരു കഷ്ടപ്പാടും വന്നിട്ടില്ല അതിനകത്ത്. ഇവരാണ് ഫുൾ കഷ്ടപ്പാടൊക്കെ ഇങ്ങനെ സഹിച്ച് ഇതെങ്ങനെ മുന്നോട്ടേക്ക് ഇങ്ങനെ കൊണ്ടുപോയത്. എന്റെ പോഷൻ മൊത്തം നാട്ടിലായിരുന്നു, അതുകൊണ്ട് എനിക്ക് എളുപ്പമായിരുന്നു. അങ്ങനെ ഇല്ല, സോഫ്റ്റ് ക്യാരക്ടർ എന്ന് പറഞ്ഞ ഏതോ ഒരു തരത്തിലുള്ള സോഫ്റ്റ് ക്യാരക്ടർ. എങ്ങനെയായിരുന്നു ഞാൻ ചോദിച്ചാൽ, ഇപ്പൊ നിങ്ങൾ ഈ സിനിമയിലല്ലേ പരിചയപ്പെട്ടത്? ഈ പറഞ്ഞ പോലെ തന്നെ ഈ ഒരു സ്ക്രിപ്റ്റുമായിട്ട് ചിലപ്പോ ഒരുപാട് സഞ്ചരിച്ചിട്ടുണ്ട്. ആണാണല്ലോ അവസാനം വന്നത്. ഒരുപാട് ഇതിൽ ഇൻകോർപ്പറേറ്റ് ചെയ്ത ശേഷം ഇതിലോട്ട് വന്ന ശേഷം എങ്ങനെയായിരുന്നു ഈ പറഞ്ഞ? അല്ല, നമ്മള് പെട്ടെന്നായിരുന്നു പുള്ളിക്കാരനെ കണ്ടത്. ഞാൻ ഫസ്റ്റ് ടൈം ഷൂട്ട് ചെയ്യണ തലേദിവസമാണ് പുള്ളിക്കാരനെ കാണുന്നത് തന്നെ. നിഷാദ് കെയർ ഓഫ്, പിന്നെ സ്റ്റീജോ ചേട്ടൻ, നമ്മളവിടെ അഭിനയിച്ച സ്റ്റീജോ എന്ന് പറഞ്ഞ ചേട്ടൻ, ആ പുള്ളിക്കാരൻ കെയർ ഓഫിലാണ് വന്നിട്ട്. എന്നാലും കുഴപ്പമില്ല, വന്നപ്പോ തന്നെ സിംഗായി. കുഴപ്പമൊന്നും ഉണ്ടായില്ല. ഒരാഴ്ച അടുത്ത് ഷൂട്ടുണ്ടായിരുന്നു അവിടെ തന്നെ. നമ്മള് വാഗമൺ, പിന്നെ ഇവരുടെ അവിടെ ഇടുക്കി ഏരിയയിലൊക്കെ ആയിരുന്നു മെയിൻ ഷൂട്ട്. ഇല്ലില്ല, ഇപ്പൊ എന്റെ ഷൂട്ടിന് അങ്ങനെ പോകുമ്പോ അമ്മയാണ് കൂട്ട് വരാറ്. അപ്പൊ അമ്മ ഉണ്ടായിരുന്നു. പിന്നെ സ്റ്റേ ചെയ്തിട്ടാണേലും 2 ദിവസമൊക്കെ അവിടെ നിന്നും. ആദ്യം പേടിയെന്നല്ല, അതായത് ഒന്നും അറിയില്ല. അതെ, സിനിമയിലേക്ക് അതെ അതെ അത് പറഞ്ഞപ്പോ ഒന്നും അറിയില്ലപ്പോ ആ ഒരു ടെൻഷനും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. പക്ഷെ ഇവരോടൊക്കെ സംസാരിച്ച് നമ്മൾ ഭയങ്കര കൂളാണ്, നല്ല ടീമാണ്. അപ്പോ ആ ഒരു ടീമിന്റെ കൂട്ടത്തിൽ അങ്ങനെ അങ്ങ് വർക്ക് ചെയ്ത് പോയി. ഇല്ല, ദേവയായിട്ടാ മാത്രം.